കഴിയുമ്പോഴും തനിക്കൊപ്പമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഭൂപീന്ദർ ഹൂഡയ്ക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. മ്ലാനവദനായിരുന്ന നയീം സൈനിക്ക് സർക്കാർ രൂപീകരിക്കുന്ന ഒരു സാധ്യത വരുന്നു. നയീം സിംഗ് സൈനിക്ക് 1000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് നയീം സിംഗ് സൈനി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ പോലും ആ വലിയ ആത്മവിശ്വാസം BJP ക്യാമ്പിലുണ്ട്. ഹരിയാനയിൽ ഒരു ബെഡാ ഡങ്കൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൂപ്പർ സസ്പെൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും BJPയുടെ നിലയിൽ ചെറിയ മാറ്റമുണ്ടാകുന്നു. BJP താഴുന്നു 47ലേക്ക്. BJP 47ലേക്ക് കയറുന്നു. കേവല ഭൂരിപക്ഷവും കഴിഞ്ഞ് ഒരേ ഒരു സീറ്റ് മാത്രമേ BJPക്കുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സാറുണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺഗ്രസ് സാവധാനം നില മെച്ചപ്പെടുത്തുന്നു. സാവധാൻ 35 സീറ്റുകളിലേക്ക് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നു. 47 സീറ്റുകളിലേക്ക് BJP നില താഴുന്നു. പക്ഷെ അപ്പോഴും കേവല ഭൂരിപക്ഷവും പിന്നിട്ട് ഒരു സീറ്റിന് മുകളിലാണ് BJPയുടെ നില എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. നോക്കൂ, ഹരിയാനയിൽ അത്യന്തം നാടകീയമായ സംഭവവികാസങ്ങൾ, ഒട്ടേറെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഹരിയാനയിൽ 2014 മനോഹർലാൽ ഖട്ടർ സർക്കാരിന് ഉണ്ടായ അതേ ഡിജിറ്റിലേക്ക് ഇപ്പോൾ നയീം സിംഗ് സൈനി സർക്കാരും എത്തിയിരിക്കുന്നു. അന്ന് മനോഹർലാൽ ഖട്ടറിന് കിട്ടിയത് 47, ഇപ്പോഴും കിട്ടുന്നത് 47. അതേ അവസ്ഥ. കോൺഗ്രസ് 35-ൽ നിന്നും നില മെച്ചപ്പെടുത്തുമോ? 40-ലേക്ക് കടക്കുമോ? 40 കടന്നാൽ പോരാ, 46 എത്തണം കോൺഗ്രസിന്. വളരെ നിർണായകമായ ഒരു മത്സരമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോരാട്ടം ശക്തമാണ്. ആ പോരാട്ടത്തിൽ ഇപ്പോൾ തരിഗാമി മുന്നിലാണ് എന്ന വാർത്തയാണ് CPM ക്യാമ്പുകളിൽ ആശ്വാസകരമായിട്ടുള്ളത്. ഭിവാനിയിൽ CPM സ്ഥാനാർത്ഥി പിന്നിലാണ് എന്ന വാർത്തയാണ് നോക്കൂ, ഹരിയാനയിൽ ഇനി കോൺഗ്രസിന് തിരിച്ചുപോക്ക് ഏറെക്കുറെ അസാധ്യമാണ് എന്നതാണ് ഈ ഘട്ടത്തിലെ ലീഡ് നിലയിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും INLDയുടെ ലീഡ് വീണ്ടും കുറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇന്റർനാഷണൽ കോൺഗ്രസ് 35-ൽ തന്നെ നിലയുറപ്പിക്കുന്നു. ഇങ്ങനെ പോയാൽ തീർച്ചയായും നയീം സിംഗ് സൈനി സർക്കാർ ഉണ്ടാക്കും. ഇതാണ് കണക്കെങ്കിൽ 18 മണ്ഡലങ്ങളിലെങ്കിലും നേരിയ വ്യത്യാസമേ മാറ്റി സൈനിയെ പരീക്ഷിച്ച പരീക്ഷണം വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തുടർ ഭരണത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടന്ന് വീണ്ടും താഴേക്ക് പോകുന്നു കേട്ടോ. BJP 46, കേവല ഭൂരിപക്ഷം മാത്രം. കോൺഗ്രസ് വീണ്ടും കയറുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എഴുതി തള്ളാറായിട്ടില്ല. കേവല ഭൂരിപക്ഷം 46. കേവല ഭൂരിപക്ഷം 46. ഈ മത്സരം എഴുതി തള്ളാറായിട്ടില്ല. ഈ കളി അവസാനിച്ചിട്ടില്ല. അഭി പിക്ചർ ബാക്കി ഹേ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 46 സീറ്റുകളിൽ BJP, കോൺഗ്രസ് 37 സീറ്റുകൾ. കേവല ഭൂരിപക്ഷം മാത്രം ടച്ച് ചെയ്തിരിക്കുന്നു. BJP 46, കോൺഗ്രസ് 37. മുന്നേറുന്നു. BJP കൈപ്പിടിയിലൊതുക്കിയ 50 എന്ന ടാർഗറ്റിൽ നിന്ന് വീണ്ടും 46ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അല്പസമയം മുമ്പ് ABPക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഭൂപീന്ദർ സിംഗ് ഹൂഡ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും വോട്ടുകൾ എണ്ണാനുള്ള റൗണ്ടുകൾ ബാക്കിയുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഞങ്ങൾ തന്നെയായിരിക്കും ഈ സർക്കാർ ഉണ്ടാക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് അദ്ദേഹം അതെ, അത് അങ്ങനെ ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ പോലും ടാലി നോക്കൂ, 46 എന്ന് പറയുന്നതാണ് മാജിക് നമ്പർ. ആ 46 BJPയുടെ കയ്യിലാണ്. 46 എന്ന് പറയുന്നത് 37 സീറ്റാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇനി 9 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഏതാണ്ട് 18ഓളം മണ്ഡലങ്ങളിൽ 1000 വോട്ടിനോട് അടുപ്പിച്ചാണ് ലീഡ് നില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ലീഡ് നില ചുരുങ്ങി വരുന്നുണ്ട്. ഏതാണ്ട് 500-നും 600-നും 700-നും ഇടയിലൊക്കെ ലീഡുള്ള മണ്ഡലങ്ങളാണ് 18-19ഓളം മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളാണ് നിർണായകമാകാൻ പോകുന്നത്. ആ മണ്ഡലങ്ങൾ അന്തിമഘട്ടത്തിൽ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആരാണ് ഹരിയാനയിൽ സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എല്ലാ ഘടകങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലമായിരുന്നൊരു തെരഞ്ഞെടുപ്പിനെ തങ്ങളുടേതു കൂടിയാക്കി മാറ്റാൻ BJPക്ക് കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ കഴിയില്ല. 10 വർഷം തുടർച്ചയായി ഭരിച്ചതിൻ്റെ മുഴുവൻ സർക്കാർ വിരുദ്ധ തരംഗവും തലയിൽ പേറിക്കൊണ്ടാണ് നയീം സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെല്ലാം അവരുടെ തലയിൽ വലിയ ഭാണ്ഡമായി മാറിയിരുന്നു. കർഷക സമരം എന്ന് പറയുന്നത് ഹരിയാന സർക്കാർ ഉണ്ടാക്കിയതല്ല. അതേപോലെ തന്നെ ഗുസ്തികാരുടെ കലാപം ഹരിയാനക്കാരുണ്ടാക്കിയതല്ല. അഗ്നിവീർ പദ്ധതി ഹരിയാനക്കാരുണ്ടാക്കിയതല്ല. പക്ഷേ അതിൻ്റെ മുഴുവൻ പഴി കേൾക്കേണ്ടി വന്നത് സംസ്ഥാന സർക്കാരായ ഹരിയാനയിലെ BJPക്കും അതേപോലെ തന്നെ നയീം സിംഗ് സൈനിക്കുമായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടാണ് സൈനിയുടെ നേതൃത്വത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. മറുവശത്താകട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു. പക്ഷേ അവസാന റൗണ്ടിൽ വരുമ്പോൾ, അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ BJP കുതിച്ചുചാട്ടം നടത്തിയെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 46-37